സിറിയയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ഇസ്രയേലും അമേരിക്കയും വ്യാപക ആക്രമണമാണ് ഇസ്രയേൽ സിറിയയിൽ നടത്തിയത്. സിറിയയിലെ സൈനിക സാന്നിധ്യത്തിന് പ്രത്യേക ലക്ഷ്യമുണ്ടെന്ന് അമേരിക്കയും വ്യക്തമാക്കി. സിറിയയിൽ കഴിഞ്ഞ 3 ദിവസമായി കടുത്ത സൈനിക നടപടി പുരോഗമിക്കുകയാണ്. സിറിയയിൽ വ്യാപക ആക്രമണം നടത്തുകയാണ് ഇസ്രയേൽ. അൽ-ബൈദ, ലറ്റാക്കിയ തുറമുഖങ്ങളിലുണ്ടായിരുന്ന 15ഓളം സിറിയൻ കപ്പലുകൾ തകർത്തു. ബഷാർ അൽ അസദിന്റെ വീഴ്ചയെ തുടർന്ന് 320 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായും ഇസ്രയേൽ സേന അറിയിച്ചു. രാസായുധ നിർമ്മാണ കേന്ദ്രം ഉൾപ്പെടെ തകർത്തുവെന്നും സൈന്യം അറിയിക്കുന്നുണ്ട്. 70% അസദിന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു. 350 വ്യോമാക്രമണങ്ങൾ സിറിയയുടെ അതിർത്തി പ്രദേശങ്ങളിലും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും നടത്തിയതായും ഇസ്രയേൽ അറിയിക്കുന്നുണ്ട്. സിറിയയിൽ സൈനിക സാന്നിധ്യം നിലനിർത്താനാണ് US തീരുമാനം. പ്രത്യേക ലക്ഷ്യത്തിനാണ് സിറിയയിൽ സേനയെ വിന്യസിച്ചിട്ടുള്ളതെന്നും അമേരിക്കൻ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ഫൈനർ പറഞ്ഞു. ശക്തമായ ആക്രമണം വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്കയും നടത്തിയിരുന്നു. സിറിയയിലെ നടപടികളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന സൂചന തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.